ഹലോ ടീച്ചറിന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്ത് ചെയ്യുക എല്ലാവരും? നന്നായിരിക്കുന്നു എല്ലാവരും? മഴക്കാലമൊക്കെ ആസ്വദിക്കുന്നുണ്ടോ? മഴയത്തിറങ്ങി നനയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ടീച്ചറിന്റെ മക്കള് പനിയൊക്കെ വരാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മള് എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത്? വീടിനെ കുറിച്ചായിരുന്നു അല്ലേ? വീടിനെ കുറിച്ച് ടീച്ചർ നല്ല മനോഹരമായ ഒരു പാട്ട് പഠിപ്പിച്ചായിരുന്നു. ടീച്ചറിന്റെ മക്കൾ അത് പഠിച്ചിരുന്നോ? ടീച്ചറിന്റെ നല്ല കുറച്ച് മക്കള് ഇതിനെ കുറിച്ച് പാട്ട് പാടി പഠിച്ച് ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. കാണണോ നിങ്ങൾക്ക് ടീച്ചറിന്റെ മക്കള് പാടിയ പാട്ട്? ദാ കണ്ടോളൂ. എന്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്. പാടി തന്നിതും എന്റെ പൊന്നു മുത്തശ്ശൻ. 100 കഥ പറയും മംഗളുടെ മുത്തശ്ശി. സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്. എന്റെ മക്കള് നന്നായി പാടിയില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നല്ലൊരു കയ്യടി ആ കുഞ്ഞുമക്കൾക്ക് കൊടുത്തേ. വെടുക്കർ, നന്നായിരിക്കുന്നു. എല്ലാവരും നല്ല ഉണർവോടെയാണല്ലോ ഇരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമല്ലേ? ആണോ? ഓക്കെ, മിടുക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ടീച്ചറിന്റെ മക്കൾക്ക്? അറിയാമോ? നമ്മുടെ താരയുടെ കൂട്ടുകാരിയായ മഞ്ഞ കുഞ്ഞി സുന്ദരിയെ ഓർക്കുന്നുണ്ടോ? ആരായിരുന്നു ആ മഞ്ഞ കുഞ്ഞി സുന്ദരി? ആരായിരുന്നു മക്കളെ? നമ്മുടെ കുഞ്ഞിക്കോഴിയല്ലേ. നമ്മുടെ കുഞ്ഞിക്കോഴി താരയുടെ വീടിനകത്ത് കയറിയിട്ടില്ല. ഒരു ദിവസം താരയോട് വന്ന് ചോദിച്ചേ, താരേ, എന്നെ നിന്റെ വീടിനകത്തേക്ക് കയറ്റാമോ എന്ന് ചോദിച്ചു. അപ്പൊ താര പറഞ്ഞു, അതിനെന്താ കുഞ്ഞിക്കോഴി, നീ വന്നോളൂ എന്ന് പറഞ്ഞു. താര കുഞ്ഞിക്കോഴിയെ കൊണ്ട് വീടിനകത്തേക്ക് കയറി. കുഞ്ഞിക്കോഴി വീടിനകത്തേക്ക് നോക്കിയപ്പോഴേ കുറേ മുറികൾ. നമ്മുടെ വീട്ടിലുമില്ലേ കുറേ മുറികളൊക്കെ? ഇല്ലേ മക്കളെ? അടുക്കളയുണ്ട്. അടുക്കള എന്തിനാ ഉപയോഗിക്കുന്നത്? ആഹാരം പാകം ചെയ്യാനായിട്ടല്ലേ. പിന്നെ കിടക്കുന്നത് എവിടെയാ? കിടപ്പുമുറിയിലാണ്. പിന്നെ ആളുകൾ വരുമ്പോൾ ഇരുത്തുന്ന സ്വീകരണ മുറിയുണ്ട്, കഴിക്കുന്ന മുറിയുണ്ട്, അങ്ങനെ പല മുറികളുണ്ട് വീടിന്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ചല്ലേ. അതൊക്കെ പോട്ടെ, ഈ അടുക്കളയിലെ കാണുന്ന ഉപകരണങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ കുഞ്ഞിക്കോഴിക്ക് മനസ്സിലായില്ലെന്നേ. കുഞ്ഞിക്കോഴിയെ ഇതൊക്കെ എവിടെയാ കിടക്കുന്നതെന്നുള്ള കൺഫ്യൂഷനിലാണേ. ടീച്ചറിന്റെ മക്കൾക്ക് കുഞ്ഞിക്കോഴിയെ സഹായിക്കാൻ പറ്റുമല്ലേ? മേശ എവിടെയാ കിടക്കുന്നത്? മേശ, ഡൈനിങ് ടേബിൾ എവിടെയാ കിടക്കുന്നത് മക്കളെ? കഴിക്കുന്നിടത്താണ് കിടക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നിടത്താണ് കിടക്കുന്നത് അല്ലേ? കട്ടിലോ? അടുക്കളയിലാണോ കട്ടില് കിടക്കുന്നത്? അല്ല, കിടപ്പുമുറിയിലല്ലേ? ആണോ? അപ്പൊ ടീച്ചറിന്റെ മക്കൾക്ക് എല്ലാം അറിയാമല്ലേ? അപ്പൊ ടീച്ചറിന്റെ മക്കളെ ഈ പടങ്ങളിലേക്ക് ഒന്ന് നോക്കേ, എന്നിട്ട് നമുക്ക് കുഞ്ഞിക്കോഴിയെ സഹായിക്കണേ. ഇതാരാണെന്ന് പറയാമോ? ആരാ മക്കളെ ഇത്? ഇത് പണ്ട് കാലത്താണ്. ഇപ്പോൾ വളരെ കുറവ് വീടുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ? ഇതെന്താണെന്ന് അറിയാമോ ടീച്ചറിന്റെ മക്കൾക്ക്? സ്റ്റൗവാ. ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്റ്റൗ എങ്ങനെയാ? ലൈറ്ററൊക്കെ ഉപയോഗിച്ച് കത്തിക്കുന്ന ഗ്യാസിന്റെ സ്റ്റൗ അല്ലേ? ഇതല്ലേ ഈ കാണുന്നത്? അതെല്ലേ. ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന സ്റ്റൗ ആണേ. പിന്നെ ഇതെന്താ? മിക്സി. മിടുക്കർ. പക്ഷെ ഇത് നിങ്ങൾക്കറിയാമോ? അരകല്ല്. അറിയാമോ? ഒരു കൂട്ടുകാരന് മാത്രമേ അറിയുള്ളല്ലോ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇത് അധികം കാണാറില്ല. ഇത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്ത്? അരകല്ല്. മിടുക്കർ. പിന്നെ ഇതെന്താ? കത്തി അല്ലെ?
അല്ലേ? പച്ചക്കറിയൊക്കെ അരിയാൻ ഉപയോഗിക്കുന്ന കത്തി. പിന്നെ പിന്നെ അടുത്തത് എന്താ? സോഫ. അടുക്കളയിൽ കാണുന്നതാണോ? അല്ലല്ലേ? അപ്പോഴേ നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ പേജ് നമ്പർ 19 കുറേ പടങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കിയേ. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 19 ടീച്ചറിന്റെ മക്കൾ എല്ലാവരും എടുത്തോ? എടുത്തിട്ട് അവിടെ അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങൾക്ക് മാത്രം നിങ്ങൾ വട്ടം വരയ്ക്കുമോ? വരച്ചോ? എല്ലാവരും വരച്ചോ? ഒന്നാമത് കാണുന്നത് ആരുടെ പിക്ചറാ? ഒന്നാമത് കാണുന്നത് എന്ത് പിക്ചറാ മക്കളെ? എന്ത് പിക്ചറാ? അരകല്ല്. നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? അരകല്ല് അടുക്കളയിലുള്ളതല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് വട്ടം വരച്ചോ എല്ലാവരും? രണ്ടാമത് കാണുന്നത് സെറ്റി. സെറ്റി അടുക്കളയിൽ കാണുന്നതാണോ? അല്ല. അപ്പോൾ അതിനൊന്നും ചെയ്യണ്ട. മൂന്നാമത്തത് ഫാൻ. ഫാൻ അടുക്കളയിലുണ്ടോ? ചിലരുടെ ഉണ്ട്, പക്ഷെ സാധാരണയായി കാണുന്നതല്ല അല്ലേ? ഓക്കെ. പിന്നെ അടുത്തതോ? പേന. പേന അടുക്കളയിലാണോ ഇരിക്കുന്നത്? അല്ല. കത്തി. കത്തി അടുക്കളയിൽ കാണാറില്ലേ? ഉണ്ടല്ലേ? ഓക്കെ. ചിരവ. ചിരവ എന്തിനാ ഉപയോഗിക്കുന്നത്? തേങ്ങ ചിരണ്ടാൻ ഉപയോഗിക്കും അല്ലേ? അത് അടുക്കളയിൽ കാണുന്നതല്ലേ മക്കളെ? അപ്പോൾ അതിന് വട്ടം വരച്ചോളൂ. ടി വി. അടുക്കളയിലാണോ നമ്മൾ ടെലിവിഷൻ കാണുന്നത്? അല്ലല്ലേ? അപ്പോൾ അതിന് വട്ടം വരയ്ക്കണോ? വേണ്ട. പിന്നെ സ്പൂണ്. അതെ. മിക്സി. അതെ. പിന്നെ ലാസ്റ്റ് വൺ ഏതാ മക്കളെ? സ്റ്റൗവ്. അതും നമ്മൾ അടുക്കളയിൽ കാണുന്നതാ. അപ്പം ടീച്ചറിന്റെ മക്കള് ഈ ആക്ടിവിറ്റികളെല്ലാം കംപ്ലീറ്റ് ചെയ്തോ? മിടുക്കർ. ഓക്കെ. കഴിഞ്ഞ ദിവസമേ ടീച്ചറിന്റെ മക്കളോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മള് വീട്ടില് വെറുതെ ഇരുന്നാൽ മാത്രം മതിയോ? പോരല്ലേ? നമ്മുടെ അച്ചാച്ചനെയും അമ്മയെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ടീച്ചറിന്റെ മക്കൾ അതനുസരിച്ചോ? എല്ലാവരും അനുസരിച്ചോ ടീച്ചറിന്റെ മക്കള്? ടീച്ചറിന്റെ കുറച്ച് മക്കള് അവരുടെ വീടുകളില് സഹായം ചെയ്യുന്നതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയി ടീച്ചറിന് അയച്ചു തന്നിട്ടുണ്ടേ. ടീച്ചറിന്റെ മക്കള് അതൊന്ന് കണ്ടു നോക്കിയേ. എല്ലാവരും ഈ വീഡിയോയും ഫോട്ടോയും ഒന്ന് കണ്ടു നോക്കിയേ. ചോനമാണ്. ടീച്ചറിന്റെ മക്കള് വീട്ടിലെ എല്ലാവരെയും നന്നായിട്ട് സഹായിക്കുന്നുണ്ടല്ലേ? മിടുക്കരായിരിക്കുന്നു കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകം പേജ് നമ്പർ 21 ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അവിടെ നടുക്കേ ഞാൻ എന്നെഴുതി ഒരു ചെറിയ വൃത്തം ഓവൽ ഷേപ്പിലുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ ഞാൻ എന്നത് ആരാണ്? ടീച്ചറിന്റെ മക്കൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഒട്ടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരവിടെ എഴുതി വെക്കാൻ നല്ല കളർഫുൾ ആക്കാം. അതിനുശേഷമേ ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നത് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ നമ്മുടെ വീട് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതാവൂ. അപ്പോൾ ടീച്ചറിന്റെ മക്കൾക്ക് വീട് നല്ല വീട് എന്ന ആശയം മനസ്സിലായെന്ന് ടീച്ചർ കരുതുകയാണ് കേട്ടോ. താങ്ക് യു.